ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ ഓരോ പ്രോസസ്സുകളും നമ്മൾ നല്ല ഈസി ആയിട്ട് ഒരു ചെറിയ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട്. ഒരു 3 മിനിറ്റിൻ്റെ വിറ്റ വീഡിയോ ആയിരുന്നു അത്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ജർമ്മനീൻ്റെ പോലെ തന്നെ ഇറ്റലിയും കുറേ കാലങ്ങളായിട്ട് വളരെ ഒരുപാട് സ്റ്റേറ്റ്സ് ആയിട്ട് പൊളിറ്റിക്കലി ഫ്രാഗ്മെൻറ്റഡ് ആയിരുന്നു. ഇറ്റ് ഹാഡ് എ ലോങ് ഹിസ്റ്ററി ഓഫ് പൊളിറ്റിക്കൽ ഫ്രാഗ്മെൻറ്റേഷൻ ലൈക്ക് ജർമ്മനി. ഇറ്റലിയിൽ 7 സ്റ്റേറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഇറ്റലി വാസ് ഫ്രാഗ്മെന്റഡ് ഇൻ ടു 7 നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്. ആൻഡ് ഈ 7 സ്റ്റേറ്റ്സിലും ആകെ സർദീനിയ പിഡ്മെന്റ് മാത്രമേ ഇറ്റാലിയൻ പ്രിൻസ്ലി ഹൗസിന്റെ കൺട്രോളിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നോർത്തിൽ ഓസ്ട്രിയൻ ഹാബ്സ്ബർഗ് റൂളേഴ്സും സെൻറ്ററിൽ പോപ്സും അതേപോലെ സദേൺ റീജിയൻസിൽ ബൂർബൺ കിങ്സ് ഓഫ് സ്പെയിൻ ഒക്കെയാണ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണ് ഇറ്റലി എന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ 3 ഭാഗമായിട്ട് തിരിക്കുമ്പോൾ ഇതിൽ ഇപ്പം നമ്മൾ 7 യൂണിറ്റ്സ് ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് ബ്രോഡ്ലി ഡിവൈഡ് ചെയ്യുമ്പോൾ നോർത്ത് സെൻറ്റർ സൗത്ത് നോക്കുമ്പോൾ നോർത്തിൽ ഓസ്ട്രിയൻ ഹാബ്സ്ബർഗ് റൂളേഴ്സ്, സെൻറ്ററിലാണെങ്കിൽ പോപ്സ് ആൻഡ് സൗത്തിൽ ബൂർബൺ കിങ്സ് ഓഫ് സ്പെയിൻ. ഇങ്ങനെ ആയിരുന്നു ഇറ്റലിൻ്റെ മേളിൽ കൺട്രോൾ ഉണ്ടായിരുന്നത്. ആൻഡ് ഒരുപാട് ആൾക്കാർ ഈ ഒരു ഇറ്റലിനെ യൂണിഫൈ ചെയ്യാൻ മുന്നേ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് നമ്മൾ ഈ സെക്കൻഡ് യൂണിറ്റിൻ്റെ അവസാനത്തിൽ പറഞ്ഞ ഇറ്റാലിയൻ റെവല്യൂഷണറി ആയിട്ടുള്ള ഗുസെപ്പെ മസീനി. ഗുസെപ്പെ മസീനി അയാൾ കുറേ സീക്രട്ട് സൊസൈറ്റീസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇറ്റാലിയൻ ലിബർട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് അയാൾ ഫോം ചെയ്തൊരു സീക്രട്ട് സൊസൈറ്റി ആയിരുന്നു യങ് ഇറ്റലി എന്ന് പറയുന്നത്. പക്ഷേ 1831-ലെയും 1848-ലെയും ഒരുപാട് ലിബറൽസിൻ്റെയൊക്കെ റെവല്യൂഷൻസ് ഒക്കെ ഫെയിലിയർ ആയി കഴിഞ്ഞപ്പോൾ, ഒരുപാട് ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടന്നു, അതൊക്കെ ഫെയിൽ ആയി കഴിഞ്ഞപ്പോൾ നൗ ദ മാൻഡിൽ ഫെൽ ഓൺ സർദീനിയ പിഡ്മെന്റ്. കാരണം സർദീനിയ പിഡ്മെന്റ് മാത്രമായിരുന്നു ഇറ്റാലിയൻ പ്രിൻസ്ലി ഹൗസസ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ സെയിം പാറ്റേൺ ഇവിടെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത്? ജർമ്മനിയിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിരുന്നു പ്രഷ്യയാണ് അവിടുത്തെ ആ ഒരു ലീഡർഷിപ്പ് എടുത്തിട്ട് ജർമ്മൻ യൂണിഫിക്കേഷന് വേണ്ടി ട്രൈ ചെയ്തത്. ഇവിടെ അതേപോലെ തന്നെ സർദീനിയ പിഡ്മെന്റ് റൂളർ ആയിട്ടുള്ള കിങ് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് ആണ് ഈ ഒരു ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് അവസാനം അദ്ദേഹമാണ് ആ ഒരു ലീഡർഷിപ്പ് എടുക്കുന്നത്. വാറിലൂടെയാണ് അവർ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ നടന്നത്. പിന്നെ നമ്മൾ ഈ ഓരോ ആൾക്കാർ ലീഡർഷിപ്പ് എടുത്തിട്ട് ഇങ്ങനെ യൂണിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ അവരുടെ ഒരു മെയിൻ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെ യൂണിഫൈ ആയി നേഷൻ സ്റ്റേറ്റ് ആയി കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. അവർക്ക് ഈ ഒരു റൂളിംഗ് എലൈറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിഫൈഡ് ഇറ്റലി എന്ന് പറയുന്നത് അവർക്ക് നല്ല ബെനിഫിറ്റ് ഉണ്ടാവുന്നുണ്ട്. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് പൊളിറ്റിക്കൽ ഡോമിനൻസ് വെൻ ഇറ്റലി വാസ് യൂണിഫൈഡ്. ഇങ്ങനെ പൊളിറ്റിക്കലി ഫ്രാഗ്മെന്റഡ് ആവുന്നതിന് പകരം അതൊരു യുണൈറ്റഡ് ആയിട്ടുള്ള നേഷനായി മാറുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്കോപ്പ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ട് ആൻഡ് പൊളിറ്റിക്കൽ ഡോമിനൻസും ഉണ്ട്. അപ്പം അതുകൊണ്ട് അവർക്കാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത്. ആൻഡ് അതുകൊണ്ടാണ് അവർ ഈ ഒരു യൂണിഫിക്കേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നത്. പിന്നെ സൈഡിൽ കാരിക്കേച്ചർ ഓഫ് ഓട്ടോ വൺ ബിസ്മാർക്ക് ഉണ്ട്. ഇത് നമ്മൾ ജർമ്മൻ യൂണിഫിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ണി തന്നെയാണ് ഓട്ടോ വൺ ബിസ്മാർക്ക്. ചീഫ് മിനിസ്റ്റർ ആയിരുന്നു പ്രഷ്യൻ സ്റ്റേറ്റിൻ്റെ. അപ്പോൾ അദ്ദേഹം ജർമ്മൻ റീസ്റ്റാഗ് പാർലമെൻറ്റിൽ വരുന്ന ഒരു കാരിക്കേച്ചർ ഇവിടെ ഉണ്ട്. എന്തുകൊണ്ടോ ഈ ഒരു ബുക്കിൽ അതില്ല, അത് നിങ്ങളെ ബുക്കിലൊക്കെ കാണുന്നുണ്ടാകും. അപ്പോൾ അയാളെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഇവിടെ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ ആണല്ലോ നമ്മളെ ടോപ്പിക്ക്. അപ്പോൾ കിങ് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് അദ്ദേഹം ഈ ഒരു ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ലീഡർഷിപ്പ് എടുത്തിട്ട് അയാൾ അടുത്ത് ചെയ്യുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ ചീഫ് മിനിസ്റ്റർ, സർദീനിയ പിഡ്മെന്റ് ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള കൗണ്ട് ക്യാവറിനെ അദ്ദേഹം ഈ ഒരു പ്രോസസ്സിൻ്റെ ആർക്കിടെക്റ്റ് ആയിട്ട് അവിടെ അസൈൻ ചെയ്യാണ്. നേരത്തെ നമ്മൾ ജർമ്മൻ യൂണിഫിക്കേഷനിൽ കിങ് കേസർ വില്യം 1 അവിടെ ഓട്ടോ വൺ ബിസ്മാർക്കിനെ ഈ ഒരു ജർമ്മൻ യൂണിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ അസൈൻ ചെയ്തതും അതേപോലെ തന്നെ ഒരു സെയിം പാറ്റേൺ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ചീഫ് മിനിസ്റ്റർ ക്യാവർ ആണ് ഇവിടെ ഈ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത്. ഈ കൗണ്ട് ക്യാവർ എന്ന് പറയുന്നത് ഭയങ്കര കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. അയാൾ ഒരു റെവല്യൂഷണറിയോ അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റോ ഒന്നും ആയിരുന്നില്ല. അത്യാവശ്യം വെൽത്തി ആൻഡ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായിട്ട് തന്നെ നമുക്ക് കൂട്ടാം. അദ്ദേഹം ഇറ്റാലിയനേക്കാളും നന്നായി ഫ്രഞ്ചാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് അയാൾ ചെയ്തത് through a tactful diplomatic alliance with France engineered by Cavour, Sardinia Piedmont succeeded in defeating the Austrian forces in 1859. ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഇവൻറ്റ്സ് പെട്ടെന്ന് കത്തൂല.
അപ്പോൾ ഇയാൾ എന്തായാലും ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ ഇയാളുടെ ഒരു ടാക്ടിക്സ് ഉപയോഗിച്ചിട്ട് അയാൾ ഫ്രാൻസിനായിട്ടൊരു അലയൻസ് ഫോം ചെയ്തു. ഫ്രാൻസ് അയാളുടെ ഒപ്പാക്കി മാറ്റി. എന്നിട്ട് അയാൾ നോർത്തിലുള്ള ഓസ്ട്രിയോ ഹാബ്സ്ബർഗ് റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്തു. ഇപ്പോൾ ഫ്രാൻസ് നല്ല പവർഫുൾ ആയിട്ടുള്ള കൺട്രിയാണ്. ഫ്രാൻസിന്റെ സപ്പോർട്ട് ഇയാളുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ അയാൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ഓസ്ട്രിയോ ഹാബ്സ്ബർഗ് റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാൻ സാധിച്ചു. ആൻഡ് ദാറ്റ് വാസ് ഇൻ 1859. ഓസ്ട്രിയൻ ഫോഴ്സസിനെ 1859 സക്സസ്ഫുള്ളി ഡിഫീറ്റ് ചെയ്തിട്ട് അങ്ങനെ നോർത്തിൽ എന്താണ് അവരുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ആൻഡ് ദെൻ സൗത്തിൽ ബൂർബൺ റൂളേഴ്സ് ഓഫ് സ്പെയിൻ ആണല്ലോ ഉള്ളത്, നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ സൗത്തിലേക്ക് എങ്ങനെയാണ് ഇവരുടെ കൺട്രോൾ എത്തിയെന്ന് പറയാം. ഇപ്പോൾ നോർത്ത് ഇവരുടെ കൺട്രോളായി, യുണൈറ്റഡ് ഇറ്റലിന്റെ ഭാഗമായി മാറി. ഇനി അടുത്തൊരാളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇദ്ദേഹമാണ് ഗുസെപ്പെ ഗരിബാൽദി. ഇദ്ദേഹം ഈ ഒരു ഇറ്റാലിയൻ യൂണിഫിക്കേഷനിൽ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ തന്നെയാണ്. ഗുസെപ്പെ ഗരിബാൽദിയും അയാളുടെ ആംഡ് വോളണ്ടിയേഴ്സും കൂടിയിട്ട് അവരെന്ത് ചെയ്യാണ്, സദേൺ ഇറ്റലിയിലേക്ക് മാർച്ച് ചെയ്തിട്ട് അവിടെയുള്ള ഈ ഒരു ബോർബൺ റൂളേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാണ്. അങ്ങനെയാണ് സദേൺ ഇറ്റലിയും കൂടി യൂണിഫൈഡ് ആവുന്നത്. ഓക്കെ, അങ്ങനെ in 1860 they marched into South Italy and the kingdom of Two Sicilies and succeeded in winning the support of the local peasants in order to drive out the Spanish rulers. Spanish rulers ആണല്ലോ അവിടെ റൂൾ ചെയ്യുന്നത്. അവരെ അവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് ലോക്കൽ പെസൻസിന്റെ സപ്പോർട്ടൊക്കെ ഇവർ വാങ്ങിയിട്ട് അങ്ങനെ കിങ്ഡം ഓഫ് ടു സിസിലീസും സൗത്ത് ഇറ്റലിയും ഒക്കെ ഇവർ കൈക്കലാക്കുകയാണ്. അങ്ങനെ 1861 ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നോർത്തേൺ ഇറ്റലിയും സദേൺ ഇറ്റലിയും ഒക്കെ ഇവരുടെ കൺട്രോളിലായി. പിന്നെ സെൻട്രലിൽ കിടക്കുന്ന പോപ്സിന്റെ കാര്യം എന്താണെന്ന് ഞാൻ അവസാനം പറഞ്ഞു തരാം. എന്തായാലും നോർത്തും സൗത്തും യുണൈറ്റഡ് ആയി. അങ്ങനെ ഫൈനലി ഇൻ 1861 വിക്ടർ ഇമാനുവൽ സെക്കൻഡ് എന്തായി, യുണൈറ്റഡ് ഇറ്റലിന്റെ റൂളറായിട്ട് മാറി, കിങ് ആയിട്ട് മാറി. പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു പിക്ചർ നിങ്ങൾ ഒരിക്കലും വിടാതെ വെക്കുക. ഇത് ഇറ്റാലിയൻ സ്റ്റേറ്റ്സ് ബിഫോർ യൂണിഫിക്കേഷൻ ആണ്. 1858 ഈ ഒരു യൂണിഫിക്കേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുന്നേ എങ്ങനെയായിരുന്നു ഈ ഒരു ഡിവിഷൻ, 7 സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, ആ 7 സ്റ്റേറ്റ്സ് ഏതൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ സവോയ്, സർദീനിയ, ലൊംബാർഡി, ഇവിടെ നിങ്ങൾക്ക് കിങ്ഡം ഓഫ് ടു സിസിലീസ് ഇങ്ങനെ കാണാൻ പറ്റും. പിന്നെ ഇറ്റലി ആഫ്റ്റർ യൂണിഫിക്കേഷൻ ഓരോ സ്ഥലങ്ങളും എങ്ങനെയാണ് യുണൈറ്റഡ് ആയത്, ഏത് ഇയറിലാണ് യുണൈറ്റഡ് ആയതെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ഒരു ക്വസ്റ്റ്യനെ കുറിച്ചിട്ട് പറയാം കേട്ടോ. ഏത് റീജിയനാണ് 1866 യുണൈറ്റഡ് ആയത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും 1866 ഇവിടെയാണ് കിടക്കുന്നത് ആൻഡ് ഇവിടെ വെനീഷ്യയാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ അത്. നമ്മളിപ്പം ഈ ഒരു ടൈം ലൈനും വെച്ചിട്ട് ഈ ഒരു സ്റ്റേറ്റ് നോക്കിയിട്ട് വേണം നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രതീക്ഷിക്കുക. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇറ്റലി ബിഫോർ യൂണിഫിക്കേഷനും ഇറ്റലി ആഫ്റ്റർ യൂണിഫിക്കേഷനും ഇവിടെ ഓരോ സ്റ്റേറ്റ്സും ഓരോ സ്ഥലങ്ങളും എപ്പോൾ യുണൈറ്റഡ് ആയി എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ശ്രദ്ധിച്ച് വെക്കാം. ചിലപ്പോൾ ഒരു MCQ ഒക്കെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഗുസെപ്പെ ഗരിബാൽദി എന്ന് പറയുന്ന ആള്, അയാളെ കുറിച്ച് ഇവിടെ ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അയാളുടെ റെഡ് ഷർട്ട്സ് എന്ന ആർമീനെ കുറിച്ചിട്ടും അതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഗുസെപ്പെ ഗരിബാൽദി എന്ന് പറയുന്നത് മോസ്റ്റ് സെലിബ്രേറ്റഡ് ഓഫ് ഇറ്റാലിയൻ ഫ്രീഡം ഫൈറ്റേഴ്സ് ആണ്. ഇറ്റാലിയൻ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു അയാളെ കുറിച്ച് പറയുമ്പോൾ 1867 ഗരിബാൽദി ലെഡ് ആൻ ആർമി ഓഫ് വോളണ്ടിയേഴ്സ് ടു റോം ടു ഫൈറ്റ് ദ ലാസ്റ്റ് ഒബ്സ്റ്റക്കിൾ ടു ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി. ലാസ്റ്റ് ഒബ്സ്റ്റക്കിൾ ടു ദ യൂണിഫിക്കേഷൻ ഓഫ് ഇറ്റലി എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സെന്ററിൽ കിടക്കുന്ന പോപ്സ് റൂൾ ചെയ്യുന്ന ഏരിയ. അവിടെ ദ പാപ്പൽ സ്റ്റേറ്റ്സ് വെർ ഫ്രഞ്ച് ഗാരിസൺ വാസ് സ്റ്റേഷൻ. അവിടെ പാപ്പൽ സ്റ്റേറ്റ്സ് ആയിരുന്നു റൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. നൗ ദ റെഡ് ഷർട്ട്സ് പ്രൂവ് ടു ബി നോ മാച്ച് ഫോർ ദ കമ്പൈൻഡ് ഫ്രഞ്ച് ആൻഡ് പാപ്പൽ ട്രൂപ്സ്. അതായത് ഫ്രഞ്ച് ആൻഡ് പാപ്പൽ ട്രൂപ്സ്, ഫ്രഞ്ച് ഗാരിസൺ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫ്രഞ്ച് ആൻഡ് പാപ്പൽ ട്രൂപ്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പവറിനെതിരെ അവരെ ഡിഫീറ്റ് ചെയ്യാൻ ഈ ഒരു ഗരിബാൽദിയും അയാളുടെ ആർമിക്കും സാധിക്കുന്നുണ്ടായിരുന്നില്ല. സോ ഓൺലി ഇൻ 1870 മാത്രമായിരുന്നു ഈ ഒരു പാപ്പൽ സ്റ്റേറ്റ്സ് വർ ഫൈനലി ജോയിൻ ടു ഇറ്റലി. അപ്പോൾ 1870 പാപ്പൽ സ്റ്റേറ്റ്സിനെ അവിടേക്ക് ജോയിൻ ചെയ്തത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ പാപ്പൽ സ്റ്റേറ്റ് ആൻഡ് ഇവിടെ 1870 പാപ്പൽ സ്റ്റേറ്റും 1870 കാണുന്നുണ്ടല്ലോ. നമ്മൾ ഒന്നും കൂടി ഒന്ന് റീക്യാപ്പ് ചെയ്യാം. ഇറ്റലി ജർമ്മനിയുടെ പോലെ തന്നെ ഭയങ്കര പൊളിറ്റിക്കലി ഫ്രാഗ്മെന്റഡ് ആയിരുന്നു. ഇറ്റലിയിൽ 7 സ്റ്റേറ്റ്സ് ഉണ്ടായിരുന്നു, ഇൻ വിച്ച് ഓൺലി 1 സർദീനിയ പിഡ്മെന്റ് വാസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ഇറ്റാലിയൻ പ്രിൻസ്ലി ഹൗസസ്. ആൻഡ് ഇവിടുത്തെ കിങ് എന്ന് പറയുന്നത് കിങ് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് ആയിരുന്നു. ഒരുപാട് ആൾക്കാർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു ഇറ്റാലിയൻ യൂണിഫിക്കേഷന് വേണ്ടിയിട്ട്, ഇൻക്ലൂഡിങ് ഗുസെപ്പെ മസീനി. പക്ഷേ ഇവരുടെയൊക്കെ എഫേർട്സ് ഫെയിൽ ചെയ്തതിന് ശേഷം
കിങ് വിക്ടർ ഇമാനുവൽ സെക്കൻഡ് ലീഡർഷിപ്പ് എടുത്തിട്ടാണ് ഫൈനലി ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ 1858 ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ ഒരു പ്രോസസ്സിൻ്റെ ആർക്കിടെക്റ്റ് ആയിട്ട് ഇവിടെ കൗണ്ട് ക്യാവർ എന്ന് പറയുന്ന ചീഫ് മിനിസ്റ്റർ ഓഫ് സർദീനിയ പിഡ്മണ്ട് ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അദ്ദേഹം വളരെയധികം ഫ്രഞ്ച് സംസാരിക്കുന്ന ആളായിരുന്നു. ആൻഡ് ഹി ഫോംഡ് എ ടാക്ട്ഫുൾ അലയൻസ് വിത്ത് ഫ്രാൻസ് ആൻഡ് ഡിഫീറ്റഡ് ദ ഓസ്ട്രിയോ ഹാബ്സ്ബർഗ് ഫോഴ്സസ് ഇൻ 1859. അങ്ങനെ നോർത്തേൺ ഇറ്റലി കൺട്രോളിലാക്കി. ആൻഡ് ഗുസെപ്പെ ഗരിബൽദി ഓൾസോ ജോയിൻഡ്. ആൻഡ് അയാളും അയാളുടെ റെഡ് ഷർട്ട്സ് എന്ന് പറയുന്ന ആംഡ് റെബല്യൻസും കൂടിയിട്ട് ഇവരെന്ത് ചെയ്യാണ്, സദേൺ ഇറ്റലി അവിടെ ചെന്നിട്ട് അവിടുത്തെ ആൾക്കാരെയൊക്കെ പെർസ്വേഡ് ചെയ്തിട്ട് ഈ ഒരു ബൂർബൺ കിങ്സ് ഓഫ് സ്പാനിഷ് ബൂർബൺ കിങ്സിനെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ആൻഡ് ദെൻ സദേൺ ഇറ്റലി വാസ് ഓൾസോ ആഡഡ്. എന്നിട്ട് ഫൈനലി 1870 മാത്രമാണ് പാപ്പൽ സ്റ്റേറ്റ്സും കൂടി ഈ ഒരു യുണൈറ്റഡ് ഇറ്റലിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ബട്ട് 1861 വിക്ടർ ഇമാനുവൽ സെക്കൻഡ് യുണൈറ്റഡ് ഇറ്റലീൻ്റെ റൂളറായി മാറുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഇറ്റാലിയൻ യൂണിഫിക്കേഷൻ മാത്രം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചിലപ്പോൾ ലോങ് ആൻസറിൽ 5 മാർക്കൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട് എന്തായാലും. അപ്പോൾ ആ ഒരു ഫ്ലോ കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സ്ട്രേഞ്ച് കേസ് ഓഫ് ബ്രിട്ടൻ ആണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.